ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്ററാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിൻ്റെ ഒരു ഓവറോൾ സമ്മറി ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ലോ ബാങ്കിങ് കമ്പനീസിന് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ബാങ്ക്സ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും RBI ആക്റ്റും ഈ രണ്ട് ആക്റ്റും കൂടി കൂടിയിട്ടാണ് ബാങ്കിനെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ആക്റ്റിൽ നിന്ന് ഈ പറയുന്ന അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ്, ഈ രണ്ട് സ്ഥാപനത്തിൽ ഈ ആക്ട് അപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക്സ് എന്ന് പറഞ്ഞത് നാഷണലൈസ് ബാങ്ക് ആവാം, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആവാം, കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, പിന്നെ ഷെഡ്യൂൾ ബാങ്ക്. ഓക്കെ, പിന്നെ ഷെഡ്യൂൾ ബാങ്കിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ആക്റ്റിൽ സെക്കൻഡ് ഷെഡ്യൂൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾ ബാങ്ക്. അപ്പോൾ ഇവിടെ RBI ആണ് അവരുടെ ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ RBIയുടെ റൂൾസ് പ്രകാരം ആയിരിക്കണം ഷെഡ്യൂൾ ബാങ്ക് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നോൺ ഷെഡ്യൂൾ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് ലിസ്റ്റ് ചെയ്യാത്ത ബാങ്ക് ഉണ്ടല്ലോ, അതിന് നോൺ ഷെഡ്യൂൾ ബാങ്ക് എന്ന് പറയും. അത് ഈ പറഞ്ഞ ക്യാഷ് റിസർവ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ അത് ആ ബാങ്ക് തന്നെയാണ് മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത്. പിന്നെ RBI പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവർ പാലിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഓവറോൾ ഒരു സമ്മറി. പിന്നെ നിങ്ങൾക്കറിയാലോ RBI ആണ് മൊത്തത്തിലൊരു ഓവറോൾ ഹെഡ്, അതായത് ബാങ്ക്സിനൊക്കെ ലൈസൻസ് കൊടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും സൂപ്പർവൈസ് ചെയ്യണതും പിന്നെ ബോർഡ്സ് മാനേജ്മെൻറ്റൊക്കെ റെഗുലേറ്റ് ചെയ്യണതും ഇൻസ്ട്രക്ഷൻസ് ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതും എല്ലാം ഈ RBI ആണ്. ഓക്കെ, പിന്നെ ഈ സെക്ഷൻ 6 നിങ്ങൾ തന്നെ വായിച്ചു വിടാൻ നല്ലത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ബാങ്കൊക്കെ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യണമെന്ന്. ഓക്കെ, ബാങ്കിങ് ബിസിനസ് ഏതൊക്കെയാണെന്ന് അത് ജസ്റ്റ് ഇതൊന്ന് റീഡ് വൺസ് ആൻഡ് ലീവ്. ഞാൻ അടുത്തത് ഈ ബാങ്കിങ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റി പറയാം. സെക്ഷൻ 10A, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആൾക്കാരുടെ ടീമാണത്, അല്ലേ? അപ്പോൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അകത്ത് മിനിമം 51% ആൾക്കാർക്ക് ഈ പറയുന്ന ഫീൽഡിലൊക്കെ നല്ല എക്സ്പെർട്ടൈസ് നോളജ് വേണം, എക്സ്പീരിയൻസ് വേണം. ഏതൊക്കെ ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എക്കണോമി, ബാങ്കിങ്, പിന്നെ കോർപ്പറേഷൻ, പിന്നെ ഫിനാൻസ്, ലോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മിനിമം 51%, BODയുടെ 51% നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ആ മാറ്റി വെച്ച ആ 51%ത്തിൽ നിന്ന് മിനിമം 2 ആൾക്കാർക്ക് ഈ പറഞ്ഞ ഫീൽഡിൽ നല്ല സ്പെഷ്യൽ നോളജും നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അഗ്രികൾച്ചർ റൂറൽ എക്കണോമി ഫീൽഡ്, കോർപ്പറേഷൻ ഫീൽഡ്, പിന്നെ SSI ഫീൽഡ്. ഓക്കെ, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനിയുടെ ഈ ഡയറക്ടേഴ്സിന് 8 വർഷത്തേക്ക് മാത്രമാണ് ഒരു ഓഫീസ് ഭരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തന്നെയായിരിക്കും ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യണതും വേക്കൻസീസൊക്കെ വരുമ്പോൾ ഫില്ല് ചെയ്യണതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി ആയിരിക്കും ഇതൊക്കെ ചെയ്യണത്. ഓക്കെ, അത് സെക്ഷൻ 10B, ഹോൾ ടൈം ചെയർമാൻ. ഇതിനകത്ത് പറഞ്ഞത് എല്ലാ ബാങ്കിങ് കമ്പനി ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല, അതിൻ്റെ അകത്ത് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ആ ഡയറക്ടേഴ്സിൽ ഒരാളെ പിടിച്ച് നമ്മൾ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും, ഹോൾ ടൈം ചെയർമാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഹോൾ ടൈം ചെയർമാനാണ് ഈ ബാങ്കിങ് കമ്പനിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ അയാളെ ഏൽപ്പിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹോൾ ടൈം ചെയർമാനായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതും ഈ ഡയറക്ഷൻസൊക്കെ കൊടുക്കുന്നതും ഹോൾ ടൈം ചെയർമാനാണ്. അല്ലെങ്കിൽ ഹോൾ ടൈം ചെയർമാൻ്റെ ഓഫീസ് ടേം 5 വർഷമാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ പറഞ്ഞ ചെയർമാനില്ല, നമ്മൾ പാർട്ട് ടൈം ബേസിസിലാണ് പുള്ളിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന ബാങ്കിങ് കമ്പനിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ MDനെ ചുമതലപ്പെടുത്തും. പിന്നെ MD ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നയിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 10BB നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചെയർമാൻ പൊസിഷനിൽ വേക്കൻസി ഉണ്ടായി, ആ വേക്കൻസി ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ആ വേക്കൻസി ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിങ് കമ്പനിയുടെ ഫങ്ഷൻസിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും, അല്ലേ? അപ്പോൾ ആ അവസ്ഥ വരാതിരിക്കാനായിട്ട് ഈ RBIക്ക് ഒരു പവർ കൊടുത്തിട്ടുണ്ട്, അതായത് പുറത്തുനിന്ന് ഒരാളെ ചെയർമാനായിട്ട് നിയമിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ഡീംഡ് ഡയറക്ടർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ്റെ അകത്ത് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 11 and 12. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എല്ലാ ബാങ്കിങ് കമ്പനി മിനിമം
ഇത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവ്സും അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ എത്രയാണെന്ന് നോക്കാം. അതായത് ഓതോറൈസ്ഡ് ക്യാപിറ്റൽ, അതായത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പകുതിനേക്കാളും കൂടുതലുണ്ടായിരിക്കണം എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ക്യാപിറ്റലിൻ്റെ പകുതിനേക്കാളും കൂടുതലുണ്ടായിരിക്കണം എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം നമ്മളൊരു ബാങ്കിങ് കമ്പനി ആണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 15 നോക്കാം. അതായത് എല്ലാ കമ്പനി പോലെ തന്നെ ബാങ്കിങ് കമ്പനി എന്താ, ഷെയർസ് ഇഷ്യൂ ചെയ്യും, അതനുസരിച്ച് ഡിവിഡൻഡ് പേ ചെയ്യും, അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ സെക്ഷൻ 15 അകത്ത് പറഞ്ഞത് ഈ പറയണ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ്, അതായത് പ്രിലിമിനറി എക്സ്പെൻസസ്, ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതൊക്കെ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് ആണ്. അത് ആ ബാങ്കിൻ്റെ ബുക്കിൽ കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഷെയർസിൽ ഡിവിഡൻഡ് പേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് സെക്ഷൻ 15 അകത്ത് പറയുന്നത്. ഞാൻ അടുത്തത് സ്പെഷ്യൽ സിറ്റുവേഷൻ നോക്കാം. അതായത് ഈ പറഞ്ഞ ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ പോലും ചില സാഹചര്യത്തിൽ അവരുടെ ഷെയർസിൽ ഡിവിഡൻഡ് പേ ചെയ്യാം ബാങ്കിങ് കമ്പനിക്ക്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ ബാങ്കിങ് കമ്പനി അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഷെയർസിൽ ഡിവിഡൻഡ് പേ ചെയ്യാം. അത് ഫസ്റ്റ് സിറ്റുവേഷൻ. ഞാൻ അടുത്ത സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. ഇപ്പോൾ സെക്കൻഡ് സിറ്റുവേഷൻ്റെ അകത്ത് പറയണത്, ഇപ്പോൾ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിലല്ലാതെ ചിലപ്പോൾ ബാങ്കിങ് കമ്പനി അവരുടെ പൈസ ചിലപ്പോൾ ഷെയർസ്, ബോൺഡ്സ്, ഡിബഞ്ചേഴ്സിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതനുസരിച്ചുള്ള ഡിപ്രിസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് അവർ ഉണ്ടാക്കണം. അത് മാത്രമല്ല, അത് മാറ്റി വയ്ക്കുകയും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആ ബാങ്കിങ് കമ്പനിയുടെ ഓഡിറ്റർ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ തേർഡ് സിറ്റുവേഷൻ, ഇപ്പോൾ ബാങ്കിങ് കമ്പനിക്ക് ബാഡ് ഡെബ്സ് ഉണ്ടെന്ന് വെച്ചോ, എന്തായാലും വരും ബാഡ് ഡെബ്സ്. ഓക്കെ, അപ്പോൾ ഈ ബാഡ് ഡെബ്സിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പ്രൊവിഷൻസ് അവർ ഉണ്ടാക്കി മാറ്റി വയ്ക്കണം. അത് മാത്രമല്ല ആ ബാങ്കിങ് കമ്പനിയുടെ ഓഡിറ്റർ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത് തേർഡ് സിറ്റുവേഷൻ, സ്പെഷ്യൽ സിറ്റുവേഷൻ. ഓക്കെ, ഞാൻ ഫോർത്ത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ പെർമിഷനും അപ്രൂവലും ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രിലിമിനറി എക്സ്പെൻസസ് ക്യാപിറ്റലൈസ് ചെയ്യാതെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്ഷൻ 17 ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്. ഈ സെക്ഷൻ്റെ അകത്ത് പറഞ്ഞത് എല്ലാ ബാങ്കിങ് കമ്പനീസ് അവർക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ലോ, ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ മിനിമം 25% എമൗണ്ട് റിസർവ് ഫണ്ടിലോട്ട് മാറ്റി വയ്ക്കണം. അതുപോലെ വേറൊരു കണ്ടീഷൻ നമ്മൾ നോക്കണം. ഈ നെറ്റ് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കണ്ടീഷനും കൂടി നമ്മൾ നോക്കണം. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത റിസർവ് ഫണ്ട് ഉണ്ടാവുമല്ലോ, ഒരു എമൗണ്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ഷെയർ പ്രീമിയം അക്കൗണ്ട്, അത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ആ പറഞ്ഞ 2 അക്കൗണ്ട് നമ്മൾ എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും ഈ 2 എമൗണ്ട് കുറവ് വരാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, കൂടുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യണം. ഇനി അടുത്തത് സെക്ഷൻ 18 മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് റിസർവ് ബൈ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അപ്പോൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് അവരുടെ ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഈ പറഞ്ഞ രീതിയിലായിരിക്കും ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 4 വഴികളുണ്ട്. ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ക്യാഷ് റിസർവ് ഡെയിലി ബേസിസിൽ മെയിൻറ്റെയിൻ ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും RBI അല്ലെങ്കിൽ SBI അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ബാങ്കിൽ പോവുക, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്താലും കുഴപ്പമില്ല. മൂന്നാമത്തത് കുറച്ച് ക്യാഷ് അവരുടെ കയ്യിലും കുറച്ച് ക്യാഷ് RBI അല്ലെങ്കിൽ പറഞ്ഞ SBI അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാം. അവസാനത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ടൈം ലൈബിലിറ്റീസ് പ്ലസ് ടോട്ടൽ ഡിമാൻഡ് ലൈബിലിറ്റീസ് അതെല്ലാം കൂടി കൂടുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ 3% കൂടുതൽ ഒരു അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം, ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത റെസ്ട്രിക്ഷൻ ഓൺ നേച്ചർ ഓഫ് കമ്പനീസ്, അതായത് സെക്ഷൻ 19 എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഈ സെക്ഷനകത്ത് പറഞ്ഞത് ഇപ്പോൾ ഈ ബാങ്കിന് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഈ ബാങ്കിന് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതൊന്നും കുഴപ്പമില്ല. ഈ ബാങ്കുകാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷെയർസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ബാങ്ക് ഒരു ബാങ്ക് അല്ലാത്ത വേറൊരു സ്ഥാപനത്തിൽ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ നോട്ട് ബാങ്കിൻ്റെ ഇക്വിറ്റി ഷെയർസ് ഈ ബാങ്കിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യാനും പറ്റും, ഇഷ്യൂ ചെയ്യാനും പറ്റും. ഓക്കെ, സെക്ഷൻ 19 സ്പെഷ്യൽ സിറ്റുവേഷൻ നോക്കാം. അതായത്
ഇപ്പോൾ ഒരു ബാങ്ക് വേറൊരു നോൺ ബാങ്കിൻ്റെ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ. ഫസ്റ്റത്തെ കണ്ടീഷൻ RBIയുടെ അപ്രൂവലും വേണം, പെർമിഷൻ വേണം. സെക്കൻഡ് സിറ്റുവേഷൻ, ഈ ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബാങ്ക് നോൺ ബാങ്കിൽ പോയി സബ്സിഡറീസൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അവർക്ക് ഈ ബാങ്കിന് ആ നോൺ ബാങ്കിൻ്റെ ഷെയർസൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ഒന്നും പറ്റില്ല, ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്ഷൻ 20 ആൻഡ് സെക്ഷൻ 21 റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഈ സെക്ഷനകത്ത് പറഞ്ഞത് ബാങ്കിന് സ്വന്തം ഡയറക്ടേഴ്സിന് പോലും ലോൺ കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഏത് എമൗണ്ടിലാണെങ്കിൽ പോലും ഡയറക്ടേഴ്സിന് ബാങ്ക് ലോൺ കൊടുക്കില്ല. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കുകാർ ലോൺ കൊടുക്കണു, അവരുടെ സ്വന്തം ഷെയർസ് തന്നെ സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുവാണെങ്കിലും അത് അങ്ങനെ ചെയ്യാൻ ബാങ്കിന് പറ്റില്ല. അതിനും ഇതുപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലോണിൻ്റെ റെസ്ട്രിക്ഷൻസ്. ഇനി അഡ്വാൻസസിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇത് ബാങ്കുകാർ ഒരാൾക്ക് അഡ്വാൻസ് കൊടുക്കുമ്പോൾ അത് RBIയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം കൊടുക്കേണ്ടത്, അല്ലാതെ തോന്നിയ പോലെ കൊടുക്കാൻ പറ്റില്ല അവർക്ക്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ RBIയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം ചെയ്യേണ്ടത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആ അഡ്വാൻസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, കമ്മീഷൻ, പിന്നെ മാക്സിമം ഏത് എമൗണ്ട് വരെയാണ് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഓരോ അഡ്വാൻസിനും എത്ര മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ RBIയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് സെക്ഷൻ 22 ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനി. ഓക്കെ, അപ്പോൾ RBIയുടെ അപ്രൂവ് ചെയ്ത ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു ബാങ്കിങ് കമ്പനിക്കും ബാങ്കിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, RBIയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് കിട്ടണം അവർക്ക്. ബാങ്കിങ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡെപ്പോസിറ്റേഴ്സും അല്ലെങ്കിൽ ഇനി വരാൻ പോണ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ലൈബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ബാങ്കിങ് കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ആ ബാങ്കിങ് കമ്പനിക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാം ലോസും, ബാങ്കിങ് ലോസും നോൺ ബാങ്കിങ് ലോസും പിന്നെ എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് എല്ലാം അനുസരിച്ച് പോകുന്ന ഒരു ബാങ്കിങ് കമ്പനി ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക്കിന് ഗുണകരമായിട്ടുള്ള രീതിയിലായിരിക്കണം ബാങ്കിങ് ബിസിനസ് അവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് കിട്ടും RBIയുടെ കയ്യിൽ നിന്ന്. ഇനി അടുത്തത് ഈ RBI ചില സാഹചര്യത്തിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ആ സാഹചര്യം നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആ കമ്പനി ഇനി ബാങ്കിങ് ബിസിനസ്സിന് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോകാമെന്ന് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ RBI ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതിനിപ്പോൾ ഒരു ബാങ്കിങ് കമ്പനി അവർ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് അവർ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ RBI അവരുടെ ബാങ്കിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിങ് കമ്പനി ഏതെങ്കിലും ലോ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ RBI ബാങ്കിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 സാഹചര്യത്തിലാണ് RBI ബാങ്കിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടത്. ദ കൺട്രോൾ ഓൺ ദ ഓപ്പണിംഗ് ഓഫ് ന്യൂ ബിസിനസ്. അതായത് ഈ പറഞ്ഞ 2 സാഹചര്യത്തിൽ ഒരു ബാങ്കിന് RBIയുടെ പെർമിഷൻ എന്തായാലും കിട്ടിയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് കണ്ടുപിടിച്ച് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ RBIയുടെ പെർമിഷൻ വേണം, അപ്രൂവൽ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് പ്ലേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിലും RBIയുടെ പെർമിഷൻ വേണം. ഓക്കെ, ഇനി RBIയുടെ പെർമിഷൻ വേണ്ടാത്ത സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ സെയിം സിറ്റിയിൽ തന്നെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ RBIയുടെ പെർമിഷൻ അപ്രൂവലൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരു സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു ടെമ്പററി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മാസത്തേക്ക്, അങ്ങനെ താൽക്കാലികമായിട്ട് ബിസിനസ് ഒരു സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ RBIയുടെ പെർമിഷൻ വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഈ ബാങ്കുകാർ അവരുടെ ഫെസിലിറ്റീസ് സർവീസസൊക്കെ ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മേള, കാർണിവൽ, കോൺഫറൻസ്, എക്സിബിഷനൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിലും RBIയുടെ പെർമിഷനോ അപ്രൂവലൊന്നും വേണ്ട. ഓക്കെ, സെക്ഷൻ 24 അതായത് ലിക്വിഡ് അസറ്റ് മെയിൻ്റനൻസ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിങ് കമ്പനി ഈ പറഞ്ഞ രീതിയിലായിരിക്കണം SLR മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ടോട്ടൽ ടൈം ലൈബിലിറ്റീസ് പ്ലസ് ടോട്ടൽ ഡിമാൻഡ് ലൈബിലിറ്റീസ് കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ 25% കൂടുതലായിരിക്കണം ഈ ലിക്വിഡ് ആസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ. ഓക്കെ, ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ച് ലിക്വിഡ് ആസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടാവും,
പിന്നെ ഗോൾഡ് ഉണ്ടാവും, പിന്നെ അൺഎൻകംബേർഡ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, അതായത് ഒരു ചാർജസും ഇല്ലാത്ത സെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, അതാണ് ഈ പറഞ്ഞ അൺഎൻകംബേർഡ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കിൻ്റെ ലിക്വിഡ് അസറ്റ്സ്. സെക്ഷൻ 25 മെയിൻ്റനൻസ് ഓഫ് അസറ്റ്സ് ഇൻ ഇന്ത്യ. എല്ലാ ബാങ്കിങ് കമ്പനിയും എന്തോരം അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം അതിനെ പറ്റിയിട്ടാണ് പറയണത്. അതായത് ഒരു ബാങ്കിങ് കമ്പനിയുടെ ടോട്ടൽ ടൈം ലൈബിലിറ്റീസ് പ്ലസ് ടോട്ടൽ ഡിമാൻഡ് ലൈബിലിറ്റീസ് കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ടിൻ്റെ 70% അതിൽ കൂടുതലായിരിക്കണം അവരുടെ ടോട്ടൽ അസറ്റ് വാല്യൂ. അത്ര അസറ്റ് ഈ ഒരു ബാങ്കിൻ്റെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ടൈം ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതൊക്കെയാണ്. അതൊരു സമയം കഴിഞ്ഞാലാണ് ആ ഇത് മെച്ചൂർഡ് ആവുള്ളൂ. ഡിമാൻഡ് ലൈബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് അല്ലേ, ആ കസ്റ്റമർ ചോദിക്കണനുസരിച്ച് നമ്മൾ പൈസ എടുത്ത് കൊടുക്കണം, അതാണ് ഡിമാൻഡ് ലൈബിലിറ്റീസ്. ഓക്കെ, അടുത്ത സെക്ഷൻ 26 സബ്മിഷൻ ഓഫ് റിട്ടേൺ ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇന്ത്യയിൽ തന്നെ 10 വർഷമായിട്ടും ഓപ്പറേറ്റ് ചെയ്യാത്ത അക്കൗണ്ട്സൊക്കെ ബാങ്കിലുണ്ടെങ്കിൽ ആ ബാങ്കുകാർ അതിനെ സംബന്ധിച്ചായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിട്ടേണും RBIക്ക് സബ്മിറ്റ് ചെയ്യണം, അതാണ് പറയുന്നത്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് കേസ് വരുമ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എക്സ്പയറി ആയ ആ ഡേറ്റ് മുതൽ പിന്നെ 10 വർഷത്തേക്കാണ് നമ്മൾ 10 വർഷം കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, 10 ഇയർ പീരീഡ് അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് ഫോർ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. അടുത്ത സെക്ഷൻ 27 സബ്മിഷൻ ഓഫ് റിട്ടേൺ ഫോംസ് ടു RBI. അല്ല, എല്ലാ മാസവും എല്ലാ ബാങ്കിങ് കമ്പനിയും RBIക്ക് അവരുടെ ടോട്ടൽ അസറ്റ് ടോട്ടൽ ലൈബിലിറ്റീസിനെ കുറിച്ചിട്ട് ഒരു പ്രിസ്ക്രൈബ് ഫോമിൽ റിട്ടേണും RBIക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചില സമയത്ത് RBIക്കാർ ഈ ബിസിനസ് അഫയേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അഡ്വാൻസസ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറയും ബാങ്കിൻ്റെ അടുത്ത്. അപ്പോൾ ബാങ്കുകാർ അതും സബ്മിറ്റ് ചെയ്യണം. അടുത്ത സെക്ഷൻ 30 ഓഡിറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാ ബാങ്കിങ് കമ്പനി അവരുടെ ആനുവൽ അക്കൗണ്ട്സ് ഈ ആക്ട് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടതും ഓഡിറ്റ് ചെയ്യേണ്ടതും. അപ്പോൾ RBI ആണ് ഒരു ബാങ്ക് കമ്പനീനെ ഇൻസ്പെക്ട് ചെയ്യുന്നതും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതും എല്ലാം RBIയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ചെയ്യുള്ളൂ. ഞാൻ പവർ ഓഫ് RBI നോക്കാം. ഓക്കെ, ആദ്യം സ്ട്രെസ് അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പവർ RBIക്ക് മാത്രമാണ് ഉള്ളൂ. ഓക്കെ, സ്ട്രെസ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഇനി അടുത്ത പവറാണ് പ്രയർ അപ്രൂവൽ ഫ്രം RBI ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ഒരു MDനെ അപ്പോയിൻറ്റ് ചെയ്യാനും റീ അപ്പോയിൻറ്റ് ചെയ്യാനും അവരുടെ റെമ്യൂണറേഷൻ, അതിൻ്റെ റിമൂവൽ അതൊക്കെ ചെയ്യണമെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണം, പെർമിഷൻ വേണം. ഓക്കെ, അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് മാനേജീരിയൽ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പവർ RBIക്കുള്ളൂ. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പവേഴ്സും RBIക്കുള്ള ചില കേസസിലൊക്കെ. ഇനി അടുത്ത വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ് സെക്ഷൻ 38 to 44. അതായത് ബാങ്ക് കമ്പനീസൊക്കെ അടച്ചു പൂട്ടാവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ആക്ടിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് അനുസരിച്ചില്ലെങ്കിൽ ആ ബാങ്കിങ് കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ബാങ്കിങ് ബിസിനസ് നടത്താൻ പറ്റിയില്ലെങ്കിലും ബാങ്കിങ് കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. ഏതെങ്കിലും ബാങ്കിങ് കമ്പനിക്ക് സെൻട്രൽ ഗവൺമെൻറ് RBI വഴി ഏതെങ്കിലും ഫ്രഷ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിലും ആ ബാങ്കിങ് കമ്പനി വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുപോലെ തന്നെ ഈ ആക്ടിൻ്റെ കീഴിൽ ഒരു മിനിമം റിക്വയർമെൻറ്റ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ വായിച്ചു അല്ലേ, അത് ചെയ്യാൻ പറ്റിയില്ല. അത് അറിഞ്ഞിട്ട് RBI വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അത് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് വാർണിംഗ് ലാസ്റ്റ് വാർണിംഗ് ഒക്കെ കൊടുത്തു. അതിനുശേഷം നമ്മളത് മെയിൻറ്റെയിൻസ് ചെയ്തില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ RBIക്ക് തോന്നുവാണ് കോംപ്രമൈസ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല, അങ്ങനെ തോന്നുവാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യത്തെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ബാങ്കുകാർ ബാങ്കിങ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ RBIക്കാർ പറയും അടച്ചു പൂട്ടാൻ പറയും. അതുപോലെ തന്നെ അവരുടെ കടങ്ങളൊക്കെ വീട്ടാനായിട്ടുള്ള ആ ഒരു കഴിവില്ലെങ്കിലും ബാങ്കിങ് കമ്പനി അടച്ചു പൂട്ടാൻ പറയും. അപ്പോൾ ഇത്രേ ഉള്ളൂ വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ബാക്കി ഈ പവർ ഓഫ് CG പിന്നെ അമാൽഗമേഷൻ ബാങ്കിങ് കമ്പനീസ് അതൊക്കെ ചുമ്മാ ഒന്ന് വായിച്ചു ഓടിച്ച് ഇടാം. ഓക്കെ, താങ്ക് യു.